ലോക എയ്ഡ്സ് ദിനം. എയ്ഡ്സ് എന്ന മഹാമാരിയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനായി എല്ലാ വർഷവും ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നുണ്ട്. എയ്ഡ്സ് രോഗത്തിന്റെ പ്രതിരോധം, ബോധവൽക്കരണം തുടങ്ങിയ നിരവധി പരിപാടികളാണ് ഈ ദിവസത്തോടനുബന്ധിച്ച് നടക്കാറുള്ളത്. എയ്ഡ്സ് തടയുന്നതിനുള്ള ഏറ്റവും പ്രധാന മാർഗം ബോധവൽക്കരണവുമാണ്. എയ്ഡ്സ് എന്ന മഹാമാരി ഒരാളിൽ പിടിപെടുന്നതിന് വിവിധ കാരണങ്ങളാണ് ഉള്ളത്. ശരീരസ്രവങ്ങൾ വഴിയും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴിയുമെല്ലാം എയ്ഡ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി വേണം രോഗത്തെ നേരിടാൻ. അതിന് എയ്ഡ്സിനെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കണം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV ബാധിക്കുന്ന ആളുകൾക്ക് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും ഇതുവഴി മറ്റ് മാരക രോഗങ്ങൾ പിടിപെടുകയും ചെയ്യുന്നു. HIV മൂലം പിടിപെടുന്ന അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന അസുഖമാണ് എയ്ഡ്സ്. 1981 മുതലാണ് എയ്ഡ്സ് ഒരു അസുഖമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങിയത്. എയ്ഡ്സ് പകരുന്നതിന് പല കാരണങ്ങളുണ്ട്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, രോഗിയുടെ ശരീരത്തിൽ കുത്തിയ സിറിഞ്ച് ഉപയോഗിച്ച് മറ്റൊരാളിൽ കുത്തിവെപ്പ് നടത്തുമ്പോൾ, രോഗം ബാധിച്ചയാളുടെ രക്തം മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ, HIV ബാധിതയായ ഗർഭിണിയിൽ നിന്നും കുഞ്ഞിലേക്ക് തുടങ്ങി നിരവധി വഴികളിലൂടെയാണ് എയ്ഡ്സ് പകരുന്നത്. ഒരു വ്യക്തിയിൽ എയ്ഡ്സ് പിടിപെട്ടതിന്റെ ആദ്യ നാളുകളിൽ ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളും പ്രകടമാകില്ല എന്നതാണ് ശ്രദ്ധേയം. മറ്റുള്ളവരെ പോലെ തന്നെ അയാളും പൂർണ്ണ ആരോഗ്യവാനായിരിക്കും. എന്നാൽ പിന്നീട് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും. പനി, ക്ഷീണം, വരണ്ട ചുമ, ശരീരഭാരം കുറയൽ, ചർമ്മത്തിൽ പാടുകൾ, വായിൽ പാടുകൾ, കണ്ണിൽ പാടുകൾ, മൂക്കിൽ പാടുകൾ, ഓർമ്മക്കുറവ്, ശരീരവേദന, ചുണങ്ങ്, പേശിവേദന എന്നിവയാണ് എയ്ഡ്സ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. തൊണ്ടവേദനയോ വീർത്ത ഗ്രന്ഥികളോ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അവഗണിക്കരുത്. കൂടാതെ തൊണ്ടയിലോ വായിലോ ജനനേന്ദ്രിയത്തിലോ ഉണ്ടാകുന്ന വ്രണങ്ങളും HIV ലക്ഷണമാണ്. കൂടാതെ ഇവർക്ക് രാത്രിയിൽ വിയർപ്പ് കൂടുതലായിരിക്കും. ഇവർക്ക് വയറിളക്കം പോലുള്ള അസുഖങ്ങളും കണ്ടുവരാറുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കാവുന്നതാണ്. ഇവയിലുള്ള പോഷകാഹാരം പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. എന്നും ഒരേ രീതിയിലുള്ളവ കഴിക്കുന്നതിന് പകരം വ്യത്യസ്ത രീതിയിലുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കാനായി ശ്രദ്ധിക്കാം. ഇവ കഴിക്കുന്നതിലൂടെ ശരീരത്തിനാവശ്യമായ വിറ്റമിനുകളും ധാതുക്കളും ലഭിക്കും. കൂടാതെ പേശിബലം വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ശരീരത്തിന് ലീൻ പ്രോട്ടീൻ ആവശ്യമാണ്. അതിനാൽ ഫ്രഷ് ചിക്കൻ, മീൻ, മുട്ട, പയറുവർഗ്ഗങ്ങൾ, ബദാം എന്നിവ കഴിക്കാവുന്നതാണ്. എയ്ഡ്സ് ഉള്ളവർക്ക് ദാഹം അനുഭവപ്പെടാറില്ല. എന്നാൽ ഇവരുടെ ശരീരത്തിന് പ്രതിദിനം 8 മുതൽ 10 കപ്പ് വരെ വെള്ളമോ മറ്റേതെങ്കിലും ദ്രാവകമോ ആവശ്യമാണ്.